പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 40 മുതൽ 54 വരെയുള്ള തിരുവചനം. ഇവിടെ നമ്മൾ കാണുന്നത് രാജഭൃത്യന്റെ മകനെ സുഖപ്പെടുത്തുന്ന ഒരു കർത്താവിനെയാണ്. ഇതിൽ 46 മുതലുള്ള തിരുവചനം, അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനായിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കപർന്നഹൂമിൽ ഉണ്ടായിരുന്നു. യേശു യഹൂദി ദേശത്ത് നിന്ന് ഗലീലയിൽ വന്നെന്ന് അവൻ കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. തന്റെ മകൻ മരിക്കാറായിരിക്കൊണ്ട് അവൻ വന്നവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അവൻ പോകുമ്പോൾ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റ്, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. താനും കുടുംബം മുഴുവനും അത് വിശ്വസിച്ചു. യേശു യഹൂദയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് 2ാമത്തെ അടയാളമായി ചെയ്തു. ആമേൻ. നാം പലപ്പോഴും അങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ കർത്താവിനെ വിശ്വസിക്കുകയുള്ളൂ. നമുക്ക് എന്തെങ്കിലും നന്മ വന്നാലേ അത് കർത്താവ് തന്നെന്ന് പറയുള്ളൂ. എപ്പോഴെങ്കിലും ഇതെല്ലാം ദൈവത്തിന്റെ മഹത്വമാണെന്ന് നാം ചിന്തിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ചില സാഹചര്യങ്ങളിൽ നമുക്ക്, അല്ലെങ്കിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം ദൈവത്തെ തള്ളിക്കളയുകയില്ലേ? ഉറപ്പാ, മനുഷ്യരായ നമ്മൾ പലപ്പോഴും നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. കർത്താവിനെ തള്ളിക്കളയുക ചെയ്യുന്നത്. കർത്താവ്, നീ ഇത് തന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നില്ല, എനിക്ക് നിന്നെ വിശ്വാസമില്ല എന്ന് പലപ്പോഴും നാം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കർത്താവ് നമുക്ക് ഈ ഒരു പ്രതിസന്ധി തരുന്നതും ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയാ. ഒരു ദ്രോഹിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മുടേത്. നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ് കാൽവരിയിൽ ക്രൂശിതനായത്. നമ്മളെ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ടാ. നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് സ്വന്തം മകനെ ക്രൂശിലേറാൻ ആ പിതാവ് സമ്മതിച്ചത് തന്നെ. നാം നേരെയാവണമെന്നും നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കണമെന്നും ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നും ആ പിതാവ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വിഷമഘട്ടത്തിലും കർത്താവെ, നീ ഒന്ന് വന്നാ മതി എന്ന് നാം വിശ്വാസത്തോടെ പറഞ്ഞാൽ ആ നാഴികയെ തന്നെ നമ്മുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും മാറിയിരിക്കും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.